ആദ്യം തന്നെ പറയട്ടെ, ഈ വാർത്തയുടെ പൂർണ്ണ ചിത്രം മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. പാകിസ്ഥാന്റെ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ആണവ പദ്ധതികൾ സൂക്ഷിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന കിരാന കുന്നുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയോ? മാസങ്ങളായി തുടരുന്ന അഭ്യൂഹങ്ങൾക്കൊടുവിൽ വ്യക്തമായ മറുപടിയുമായി ഇന്ത്യൻ വ്യോമസേന രംഗത്ത്. എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വേളയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നോക്കാം. ഇന്ത്യൻ വ്യോമസേന വൈസ് ചീഫ് എയർ മാർഷൽ നാഗേഷ് കപൂർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളും അവരുടെ നിരവധി സൈനിക താവളങ്ങളും ഇന്ത്യ തകർത്തെറിഞ്ഞു എന്നത് 100% സത്യം തന്നെയാണ്. എന്നാൽ കിരാന കുന്നുകളിൽ കണ്ട സ്ഫോടനങ്ങൾ അത് ഒരുപക്ഷെ അവരുടെ ആഭ്യന്തര കലാപം മൂലമോ അല്ലെങ്കിൽ സ്വന്തം ആയുധങ്ങൾ പൊട്ടിത്തെറിച്ചതോ ആകാമെന്നാണ് വ്യോമസേനയുടെ നിലപാട്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. വീഡിയോയുടെ അവസാനം വരെ കാണുക. പാക് സൈന്യം പ്രചരിപ്പിക്കുന്ന വീഡിയോകളുടെ ഉത്തരവാദിത്തം ഇന്ത്യ ഏറ്റെടുക്കുന്നില്ല. മറിച്ച് ലക്ഷ്യമിട്ട ശത്രു താവളങ്ങളെല്ലാം തന്നെ ഇന്ത്യ ചാമ്പലാക്കി കഴിഞ്ഞു എന്നതാണ് വാസ്തവമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം മെയ് 6-നും 10-നും ഇടയിലുള്ള രാത്രികളിൽ പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ മാത്രമല്ല, ഇന്ത്യക്കെതിരെ തിരിഞ്ഞ പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും നമ്മുടെ സേന കൃത്യമായ ആക്രമണം നടത്തിയിരുന്നു. അവരുടെ വ്യോമതാവളങ്ങളിൽ കൃത്യമായ നാശനഷ്ടങ്ങളും വരുത്തിയിരുന്നു. അതിന്റെ സാറ്റലൈറ്റ് തെളിവുകളും നമ്മുടെ പക്കലുണ്ട്. ദൗത്യത്തിലെ യഥാർത്ഥ സൂപ്പർ ഹീറോ നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങളാണെന്ന് വ്യോമസേനാ മാർഷൽ അഭിമാനത്തോടെ പറയണമെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമായിരിക്കുമല്ലോ. അതുതന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവായ ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ ഒരിക്കലും തീരാത്ത ചില സംശയങ്ങളും. ഇന്ത്യയുടെ മണ്ണിൽ തൊട്ടാൽ അതിന് പാകിസ്ഥാൻ കനത്ത വില നൽകേണ്ടി വരും. ഇതാണ് നാഗേഷ് കപൂർ നൽകുന്ന മുന്നറിയിപ്പ്. ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇന്ത്യയിലെ ഒരു സൈനിക മേധാവിക്ക് സധൈര്യം പറയാൻ കഴിയുന്നത് ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് കൊടുക്കുന്ന പൂർണ്ണ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ധൈര്യവും ആത്മവിശ്വാസവും ഇപ്പോഴുള്ള നമ്മുടെ സൈനിക മേധാവികളിലെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാനാകും. ജയ്സാൽമീറിൽ നടക്കുന്ന വായുസേനയുടെ അഭ്യാസ പ്രകടനത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ദൃശ്യങ്ങൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എയർ മാർഷൽ നാഗേഷ് കപൂർ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. ചുരുക്കത്തിൽ കിരാന കുന്നുകളിൽ എന്ത് സംഭവിച്ചു എന്നതിലുപരി ഇന്ത്യക്ക് നേരെ വരുന്ന ഏത് ഭീഷണിയെയും അതിർത്തി കടന്നു ചെന്ന് തകർക്കാൻ ഇന്ത്യൻ വ്യോമസേന സജ്ജമാണെന്നത് ലോകത്തിന് മുന്നിൽ അടിവരയിടാൻ വേണ്ടി മാത്രമായിരുന്നു എയർ മാർഷൽ നാഗേഷ് കപൂറിന്റെ ഈ വാക്കുകൾ. ഒരുപക്ഷെ കിരാന കുന്നുകൾ ആക്രമിച്ചത് ഒരു രഹസ്യ ഓപ്പറേഷൻ ആയിരുന്നെങ്കിൽ അത് ഈ വേളയിൽ എയർ മാർഷൽ പറയാനുള്ള സാധ്യതയും തീരെ കുറവാണ്. ഇതൊരു പുതിയ കാര്യമല്ല. ഇന്ത്യക്ക് അത്തരം ക്ലാസിഫൈഡ് ഫയലുകൾ അനവധിയുണ്ട്. മിക്കതും സേനയുടെ രഹസ്യ ഓപ്പറേഷനുകൾ. അത് എപ്പോൾ പുറത്തുവിടണമെന്ന് തീരുമാനിക്കുന്നത് സൈന്യവും അതാത് കാലഘട്ടങ്ങളിലെ കേന്ദ്ര സർക്കാരുകളുമാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ മ്യാൻമറിൽ ഇന്ത്യൻ ആർമി നടത്തിയ മിന്നൽ ആക്രമണം സേന സ്ഥിരീകരിച്ചത് ഈ കഴിഞ്ഞ മാസമാണ്, ജനുവരിയിൽ. അതും ഒരു പത്രസമ്മേളനത്തിലൂടെയോ ഔദ്യോഗിക പ്രസ്താവനയിലൂടെയോ ഒന്നും തന്നെയല്ല, മറിച്ച് ആ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥന് ശൗര്യചക്ര അവാർഡ് നൽകിയപ്പോൾ പുറത്തിറങ്ങിയ പ്രശസ്തി പത്രത്തിലൂടെയാണ്. ഇത് സൈന്യത്തിന്റെ ഒരു രീതിയാണ്. പലപ്പോഴും രഹസ്യ ഓപ്പറേഷനുകൾ ഔദ്യോഗികമായി പത്രസമ്മേളനം നടത്തി പറയാറില്ല സൈന്യം. പകരം വർഷങ്ങൾക്ക് ശേഷം ആ ദൗത്യത്തിൽ പങ്കെടുത്തവർക്ക് ധീരതയ്ക്കുള്ള അവാർഡുകൾ നൽകുമ്പോൾ പുറത്തിറക്കുന്ന സൈറ്റേഷനിലാണ് ഇത്തരം വിവരങ്ങൾ പുറം ലോകം അറിയാറുള്ളത്. ഇന്ത്യയിലെ പബ്ലിക് റെക്കോർഡ്സ് ആക്ട് പ്രകാരം 25 വർഷങ്ങൾക്ക് ശേഷമാണ് രഹസ്യ രേഖകൾ നാഷണൽ ആർക്കൈവ്സിലേക്ക് മാറ്റുന്നതും ഡീക്ലാസിഫൈ ചെയ്യുന്നതിനെ പറ്റി, അതായത് ആ വിവരങ്ങൾ വിവരാവകാശത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി പരിഗണിക്കുന്നതുമൊക്കെ 25 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് സേന ഇപ്പോൾ ഒന്നും മിണ്ടിയില്ലെങ്കിൽ പോലും സത്യം പുറത്തു വരാൻ നമ്മൾ ഒരുപക്ഷെ 1/4 നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരും. അമേരിക്കയുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന പാകിസ്ഥാനിലെ അതീവ സുരക്ഷാ മേഖലയാണ് ഈ കിരാന കുന്നുകൾ എന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ അഥവാ അവിടെ ഇന്ത്യൻ സേന ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിലവിലെ സാഹചര്യത്തിൽ ലോകത്തിനോട് വിളിച്ചു പറയേണ്ട ബാധ്യത ഇന്ത്യക്കില്ല. കാരണം ശത്രുവിന്റെ താവളത്തിൽ ശത്രുവിന്റെ താവളത്തിൽ അകത്ത് കയറി ഒരു ഇരുട്ടടി കൊടുക്കുമ്പോൾ അത് ചെയ്തത് താനാണെന്ന് ബുദ്ധിയുള്ള ഒരു പോരാളിയും വിളിച്ചു പറയാറില്ല. ആളറിയാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഇരുട്ടടി എന്ന തന്ത്രം തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ കൊടുത്തത് ആരാണെന്ന് അടി കൊടുത്ത ആൾക്കും കിട്ടിയത് എവിടെയാണെന്ന് അടി കിട്ടിയ ആൾക്കും നല്ല ബോധ്യം ഉണ്ടാകും. വേദന കടിച്ചമർത്തി പുറത്തു പറയാനാവാതെ പാകിസ്ഥാൻ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഈ മൗനം പോലും ഒരു ഗർജനമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.